ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ നാം അനുസ്മരിക്കുന്നു. ഏവർക്കും ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുകയാണ്. ശിശുവായ യേശുവിനെ ജോസഫും മറിയവും ദേവാലയത്തിൽ കർത്താവിന് സമർപ്പിക്കുന്നതും ശിമയോനും അന്നയും യേശുവിനെ തിരിച്ചറിയുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതുമായ സംഭവങ്ങൾ നാം സുവിശേഷ ഭാഗത്ത് ഇന്ന് വായിച്ചു കേൾക്കുന്നു. പ്രിയമുള്ളവരെ, 3 തലമുറയിൽപ്പെട്ട വ്യക്തികളെ, അവരുടെ ജീവിതങ്ങളെ നാം ഇന്ന് ഹ്രസ്വമായി ഒന്ന് ധ്യാനിക്കുകയാണ്. ആദ്യമായി ശിമയോൻ, അന്ന. ശിമയോനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഒത്തിരി പ്രായമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇത് ശിമയോന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. അന്നയാകട്ടെ 84 വയസ്സ് എന്ന് സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങൾ അടുത്തു വായിക്കുമ്പോൾ പ്രായത്തിനൊത്ത ആധ്യാത്മിക ജീവിതം നയിച്ചിരുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ശിമയോന്റെ ജീവിതം, അവൻ നീതിമാനും ദൈവഭക്തനും ആത്മാവ് നിറഞ്ഞവരുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അന്നയുടെ ജീവിതമാകട്ടെ ദേവാലയം വിട്ടു പോകാതെ ദൈവത്തോടൊപ്പമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ. മാത്രമല്ല, ദൈവത്തെ സ്തുതിക്കുകയും ഉപവാസം, പ്രാർത്ഥന ഇവയെല്ലാം നാളുകളായിട്ട് അനുവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ രണ്ടുപേരുടെയും ജീവിതങ്ങൾ പ്രായമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഒരു ഉത്തമ മാതൃകയാണ്. നാളുകളായി ഒരു നല്ലൊരു ആധ്യാത്മിക ചര്യയിലൂടെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും പ്രായമായവർ വായിച്ച് ധ്യാനിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട 2 ജീവിതങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ശിമയോനും അന്നയും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നാം കാണുന്നത്. രണ്ടാമതായിട്ടുള്ള തലമുറ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയുമാണ്. ഇവരിരുവരും മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. കുഞ്ഞ് ജനിച്ച് 40-ാം ദിവസം യൗസേപ്പ് തൻ്റെ ഭാര്യയായ മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ വരുന്നു. മറിയത്തിനു വേണ്ടി ശുദ്ധീകരണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ച് വീണ്ടെടുപ്പിനായി 5 ഷെക്കൽ വെള്ളി ദേവാലയത്തിൽ കൊടുക്കുന്നു. ഇങ്ങനെ യേശുവിനെ ദേവാലയത്തിൽ ആദ്യമായിട്ട് സമർപ്പിച്ചതു മുതൽ പിന്നെ ഒരു പതിവ് പോലെ എല്ലാ വർഷവും അവർ ദേവാലയത്തിൽ പോയിരുന്നു എന്നുള്ളത് നാം സുവിശേഷത്തിൽ വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ അനുവർത്തിക്കേണ്ട, അല്ലെങ്കിൽ അവർ പിന്തുടരേണ്ട ഒരു കാര്യമാണ് എന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ആധ്യാത്മിക ജീവിതത്തിന് മുൻതൂക്കം നൽകി മുന്നോട്ട് പോകണമെന്നുള്ളത്. ഈ ഒരു ജീവിതം എന്നും അനുഗ്രഹമുള്ളതായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിത മാതൃക നമുക്ക് കാണിച്ചു തരുന്നത് പോലെ വിവാഹിതരായ ദമ്പതികൾ അവരുടെ മക്കളുമൊത്ത് ദിവ്യബലിയിലും മറ്റ് ആധ്യാത്മിക കർമ്മങ്ങളിലും തീക്ഷ്ണതയോടെ പങ്കെടുക്കുവാനുള്ള വലിയൊരു ഉത്തേജനം ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വായത്തമാക്കാം. മൂന്നാമതായിട്ട് ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ, എല്ലാ കുഞ്ഞുമക്കളുടെയും ജീവിതങ്ങൾ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവരും ബോധ്യത്തിലേക്ക് കടന്നു വരട്ടെ. ഓരോ കുഞ്ഞുമക്കളും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനെന്ന നിലയിൽ, അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവളെന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ അവർ കാത്തുപാലിക്കേണ്ട നന്മയുടെയും ദൈവകൽപ്പനകളുടെയും ആ ഒരു ചൈതന്യം തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾക്കും ഇന്നത്തെ യുവതലമുറയ്ക്കും ആവശ്യമാണ്. എന്നാൽ ബാലനായ യേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ,
ഈ 3 തലമുറയുടെയും ജീവിതങ്ങൾ നമ്മുടെ ഇന്നത്തെ ഓരോ വ്യക്തികൾക്കും ഉപയുക്തമായ രീതിയിൽ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.